ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ബസ് നിർത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ദീപക്കിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരി ബാജിയാണെന്നാണ് പറഞ്ഞത്. അറിയില്ല എന്താ അവസ്ഥ. എന്താ ഞാൻ കയ്യിൽ പോകുന്നുണ്ട് പൂരി ബാജി കഴിക്കാൻ ഗൈസ്. നമ്മളിതാ ഫാമിലി റെസ്റ്റോറൻറ്റിൽ. ഓ കൂളറിലുണ്ട് കേട്ടോ, AC യിലുണ്ട്. ഇട് എന്താ കേട്ടിരിക്കുന്നില്ലേ ഒരു സ്മെല്ല്? ആ ഉണ്ട് ഉണ്ട്. ആ അത് ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ട് പൂട്ടിയിട്ടുണ്ടാവും. ആ നല്ല തണുപ്പുണ്ട്. AC ഇട്ടിട്ടുണ്ട്, നല്ല തണുപ്പുണ്ട് ഇവിടെ. അഭിരസാറെല്ലാം നേരത്തെ വന്നിട്ടിരുന്നേ. ആദ്യം പിള്ളേരെല്ലാം ഇരുന്നിട്ടാണ് ഇരിക്കല്. ഇപ്പം നേരത്തെ ഇരിക്കുന്നുണ്ട് ഫുഡ് കിട്ടില്ല വെച്ചിട്ട്. സാർ നല്ല വിശപ്പുണ്ടോ സാർ? ചെറുതായിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ ബസ്സിലിരുന്നു വയ്യ. അയ്യോ അവരോ നമ്മൾ ആഗ്രയിലെത്തി. നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ക്ലീനായി. ഇന്നത്തെ താജ്മഹൽ എന്താവുമെന്ന് ആർക്കറിയാം. ഈ മഴയിൽ പോകേണ്ട വരുമോ അതോ എന്താ അവസ്ഥ ഒന്നും അറിയില്ല. അതിന് ഗസലുണ്ട്. ഇതാണ് തിന്നുമ്പോൾ കണ്ണാട്ടില് തിന്നത് കുരുടൻ. എന്താ ഗേൾസ് എല്ലാം അപ്പുറത്തിരിക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ കരുവിളമ്പി തരുന്ന ഭായിയാണിത്. നമ്മളങ്ങനെ ഇന്നാണ് നമ്മളെ രാജസ്ഥാനിലെ ലാസ്റ്റത്തെ പൂരി തിന്നത്. എല്ലാവർക്കും പൂരി നിന്ന് മടുത്ത്. എന്താ അനീസയുടെ മുഖം കണ്ടാ തിരി. ഓ മശരിയെല്ലാം ആസ്വദിച്ചെന്നുണ്ട്. എന്താ ആസ്വദിക്കാന്നറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഫുഡെല്ലാം കഴിച്ചു. ഇവിടുത്തെ വ്യൂ പിന്നെന്താ നമ്മളെ സൗന്ദര്യം ആസ്വദിക്കാൻ ഈ നാട്ടിൻ്റെ നല്ല നല്ല ഫുൾ പാടം ഇങ്ങനെ വിടന്ന് നിൽക്കാൻ. എല്ലാവരും കഴിക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, മോശമില്ല. ഫുഡ് മോശമുണ്ടോ? കഴിച്ചാ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായിട്ടില്ലേ? ബാക്കി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അമ്മായിമാർ എണീക്കുന്നില്ല. പാത്ത് എപ്പോ നോക്കിയാൽ ഈ ഒരു പോസാവും. അതിൻ്റെ അവസ്ഥ നോക്കിയ ബാക്കിൽ ഗേൾസിനെ മേക്കപ്പ് ഇടാൻ പിടിച്ചെടുക്കുന്ന അതിൽ. പക്ഷെ അവരെ പണിയാണ് ചെയ്യുന്നത്. അവരവരെ ഫോട്ടോ എടുത്ത് കളിക്കുന്നു. ഉണ്ണച്ചൻ ഗസൽ പി വാഴത്തണ്ട് പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടാണ്. ഇതാണ് ഇഷ്ടിക ഉണ്ടാക്കുന്ന സാധനം. കൊടുത്തു അടുത്ത് വരണ്ട. ഇഷ്ടികയിൽ ഉണ്ടാക്കിയാട്ടോ. ഇഷ്ടികയിലാക്കി നിരക്ക് വെച്ചിട്ടുണ്ട്. ഇതെന്ത് ഇങ്ങനത്തെ ഇഷ്ടിക? ഈ കളറ് മറ്റേ കളറ് മുക്കുന്നതാ. ആ എപ്പോ
മാസി മേക്കപ്പ് ഇടുന്നു ഗൈസ്. ഗൈസ് ഓറ വൈരസ് മാസി വെളുത്തിട്ട് പാർന്ന മാസി ഇങ്ങോട്ടൊക്കെയാ. ഓ ഓൻക്ക് വെച്ച പാട്ടു അങ്ങനെ നമ്മള് മാസി പെൺകുട്ടിയായിരിക്കുകയാണ്. ഡൽഹി എത്തുമ്പോഴത്തേക്ക് ആള് മാറി. ഇനി നിങ്ങളെ ചുരിദാറും കൂടി കൊടുത്തു കൊടുക്ക് ചക്കിനിട്ട്. ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള സ്ഥലമാണ് UP. കണ്ടോ, ഒരു വേസ്റ്റ് പോലും ഇവിടെ കളഞ്ഞില്ല. നമ്മളെ നാട്ടിലെല്ലാം ആണെങ്കിൽ സാർ വീട് ഒരു NSS ക്യാമ്പ് വെക്കണം എന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാർ നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കാം. അങ്ങനെയാണെങ്കിലേ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും സാർ. നമ്മളെ ജീവിതകാലം മൊത്തം വേസ്റ്റ് തീരൂല. നമ്മള് തീരും, പക്ഷെ വേസ്റ്റ് തീരൂല. എന്താണ് നമ്മൾ ഈ ഉത്തർപ്രദേശിനെ വെച്ച് സംസാരിക്കണല്ലോ? പുറത്ത് കാണിച്ചു കൊടുക്കാൻ എനിക്കെന്താ പറയാനുള്ളത്? നീ ഇവിടെ കുറെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലേ? ദേവമനോഹരിയല്ലേ ആലായ തര വേണം, അടുത്തോരം പോളം വേണം, ആടിനു ചേർന്നൊരു കുളവും വേണം. മേലെ താരകമിന്നുന്നു, ഓർമ്മകളുണരുന്നു, നാനുണരുന്നു. പ്രിയനെ നീ എന്ന് വരും, നിഴലായി ഞാൻ കൂടെ വരാം. കളിമഞ്ഞിൽ തൊട്ടകമോ നിലാവേ മായുമോ കിനാവും. ഇതൊന്ന് മാസ്കിങ് എപ്പിങ്ങ് പോരോ? തെന്നലായി തലോടും കാട്ടുമാ ചെഞ്ചുണ്ടിൽ 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 ചേ. അടുത്ത തരാം ഡാസ്മസിതോ. കിളി വന്ന് പാടിയ രാഗം ദാരീരം ദാരോ, തുമ്പക്കുടത്തെ തുഞ്ചത്താലൂനാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തെ തുഞ്ചത്താലൂനാലിടാം. എത്രയോ ജന്മമായി നിന്നെ ഞാൻ സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, ജീവതാള നീ പ്രണയിനീ. ഓ നീലരാവോ, ആരാരുമേ കാണാത്ത രംഗങ്ങാട് തേടി, ആരാരുമേ കാണാത്തൊരാദാങ്ങ് പുൽകി, നീ പോകും ദൂരം എരിപ്പനായി വിശന്തനായി നല്ല രസമുണ്ടാവും. പലവട്ടം കാത്തു നിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. തൂവൽ കവിളിണയിൽ നിന്മായ ലാവണ്യം, ഇന്നിടവഴിയിൽ നിന്നൂമൽ കാൽത്താളം.
നീയാ സ്വരജതിയിൽ ഇൻ മൗനവാചാലം സാധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയിൽ മാനവും സാക്ഷിയായി ബാവുകങ്ങളേകുന്ന ശ്യാമമേഘങ്ങളും നീ പെയ്യുമോ നീ മൂളുമോ നിൻപനി മതിലി വളര വളരൊടിയല്ല കാണുവാൻ നീളവർണ്ണം പോൽ പായും തിരകളിൽ അലയണ്ടാലിട ഓ നിന്നെ കാണും നേരം തൊട്ടെന്നുള്ളം തേടിപ്പായും തിരകളിൽ അലയണ്ടാലി അടിയത് തേനായി തേനും തെന്മരിക്കയായി പൂവായി പൂമ്പാറ്റയായി മെഹർബാ കുതുക പെണ്ണെ മെഹർബാ മെഹർബാ എന്നെ മെഹർബാ മെഹർബാ പുതിയ രസിയാ താജ്മഹലിനടുത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ഇതിന് നമ്മളെ മെയിൻ മാനേജർ ഇവനില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ ഐ വി നടക്കില്ലായിരുന്നു. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. 2 ലൈക്ക് കൊടുക്കുക. അതിലെല്ലാം എന്തെല്ലാം മൂത്ത് വരുന്നുണ്ട്. മാസി കൊടുത്തിട്ട് ഗൈസ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ മുമ്പിൽ നമുക്ക് പുറത്ത് ഭയങ്കര മഴ, പൊരിഞ്ഞ മഴ ഗൈസ്. ഇതാ കാറ്റും മഴയിലും തന്നെ നമുക്ക് മഴയെല്ലാം പെയ്യാൻ തുടങ്ങിയത് ഇത് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും സങ്കടപ്പെട്ടിട്ടുള്ള ബിക്കോസ് എല്ലാവരും വെയിലത്തിൽ നല്ല ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതിന് അക്കരച്ചെല്ലാം എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ട് വന്നത്. പക്ഷേ എല്ലാം പോയി. അതിപ്പോൾ എല്ലാം മഴയത്ത് നടക്കേണ്ടി വരും. ചെയ്യാം ഇതിന് അന്തരം പോലെ കണ്ടിട്ടിരിക്കും. സ്റ്റൈലാ ഇങ്ങോട്ടൊക്കെ ചിരിച്ചേ. ആ നല്ല നമ്മള് താജ്മഹലിൽ പോവാണ്ട് ഫുഡ് കഴിക്കാൻ വന്നു ഗൈസ്. എന്ന് വിചാരിക്കുന്നു മഴ ഉറങ്ങില്ലെങ്കിൽ മഴ തന്നെ വരും. അല്ലേ സാർ? ബസ്സിന്റെ ആദ്യത്തെ അനുഭവമാണ് താജ്മഹലിലേക്കുള്ളത്. അത് തന്നെ വന്നിട്ടുള്ളത് മലബാർ കിച്ചൺ. നല്ല ഹൂഡിയിലടിച്ചാ ഗൈസ് ഇറങ്ങിയിട്ടില്ലേ. അണ്ടർഗ്രൗണ്ടിലാണ് നമ്മളെ ഫുഡ് കഴിക്കേണ്ട സ്ഥലമുള്ളത്. നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഇന്ന് കേരള ഫുഡാണ്. കുറച്ചും കൂടി മതി കേരള ഫുഡാണ്. കൂട്ടുകറിയുണ്ട്, വറവുണ്ട്, കുറച്ചും കൂടി ഇട്ടോ. പച്ചടി ഉണ്ട്. പച്ചടി ഇത് കിച്ചടിയാണ്. ഇതെന്താ ചേച്ചി? ഇഞ്ചിക്കറി കുറച്ചും കൂടി വെച്ചോ. ഇഞ്ചിക്കറി കുറച്ചും കൂടി. അച്ചാറുണ്ട്, മോര് ദെൻ സാമ്പാർ. ഇത്രയും സാധനങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഗൈസ്. ഇതിൻ്റെ തന്നെ കഴിക്കൽ തന്നെ ഗൈസ്. ഇതാണ് നമ്മളെ ഫുഡ് ഉള്ളത്. നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കേരള ഹോട്ടലാണ്. നോക്കാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെ നോക്കാം. അടിപൊളി സദ്യ. ഒരു കുഴപ്പമില്ല, അടിപൊളി. ആണെങ്കിൽ നമുക്ക് രണ്ടാമത് പോയിട്ട് വാങ്ങാം. എല്ലാവരും ഇതാ മഴക്കോട്ടും റെയിൻകോട്ടും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ട് പോവുകയാണ് ഗൈസ്. നമ്മളിതുപോലെ വടിപോലെ നിൽക്കുന്നു. ബാക്കിയുള്ളവർ അവരവരെ പണി ചെയ്യുന്നു. മേളിൽ മെട്രോ ഉണ്ട് ഗൈസ്. ഇവിടെ മെട്രോ ഉണ്ട്. ഫുൾ മഴയാണ്. നമ്മൾ ഈ ഹോട്ടലിൽ ബാത്റൂം യൂസ് ചെയ്തു. വളരെ മോശമാണ് സാർ, അല്ലേ സാർ? അവരെ സാർ, ഈ പോസ്റ്റ് ആയാലും എന്താണ് പറയാനുള്ളത്?
ഒന്നും പറയാനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. തോന്നിയാണ്ടല്ലേ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ കുറ്റം കൊണ്ട് മാത്രല്ലല്ലോ ഇത്, മഴ പെയ്തത് നമ്മളെ കുഴപ്പമില്ലല്ലോ. ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഓക്കെ, ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിട്ടാണ് നേരത്തെ വരുന്നത്. ഇങ്ങനത്തെ മഴയോ? മഴയുടെ രാവിലെ ഉണ്ട്. ഈ പിള്ളേരല്ലേ ഇവര് കയറി കഴിഞ്ഞു, ഇവര് മഴ തുടങ്ങുമ്പോ ഇവര് ഇറങ്ങിയ താജ്മഹലിലുള്ള ഇവര് രണ്ടും അങ്ങനെ ലുക്ക് ഉണ്ടോ? ശരിയായ ലുക്കല്ല. വലിയ സബ്ജക്റ്റ് മാറ്റില്ല. നമ്മളെ കുഴപ്പം തന്നെയാണ്. ഇനിയുള്ള അങ്ങോട്ടേക്ക് നമ്മൾ നേരത്തെ ഇറങ്ങാൻ നോക്കാം. നമ്മളെ ഭാഗത്തിലെ മിസ്റ്റേക്ക് ആണ്. ഇനി ഞാൻ എന്റെ കറക്റ്റ് ടൈമിന് ഇറങ്ങുമായിരിക്കും. എനിക്കെല്ലാം ഒരു അരമണിക്കൂർ മുന്നേ എണീച്ചെന്താ രാവിലെ 3 മണിക്ക് എന്നെ വിളിച്ചു. അയ്യോ അതാ സങ്കീർത്തല്ലാം മോനല്ലതാ. എണീച്ച് എത്ര മണിക്കാറ്? 6:30. ആ ഇല്ല അവര് നേരത്തെ എത്തി. ഇതിനൊന്നും പറയാനില്ല. അപ്പൊ അടുത്തത് നമ്മള് താജ്മഹലിനായിരിക്കും നമ്മളെ വീഡിയോ. അപ്പൊ നമ്മള് താജ്മഹലിലെ പാർക്കിംഗിൽ എത്തിയിരിക്കുന്നുണ്ട് ഗൈസ്. ഇതാ അഭിലാഷ് സാർ എന്ന് പറയും സാറിനെ നോക്കിയിട്ട് വൈശാഖ് സാറൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാ ഇവിടുന്ന് കുറെ നടക്കാണ്ട് സാർ, 1.5 കിലോമീറ്റർ അല്ലേ? 1 കിലോമീറ്റർ ഇവിടുന്ന് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ നമുക്കിനി താജ്മഹൽ അല്ല ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കുള്ള ബസ് ഇതാണ് ഉണ്ടാവുക. വോൾവോന്റെ 30 സീറ്റുള്ള ഇങ്ങനത്തെ 2 ഉണ്ടാവുമെന്ന് പറഞ്ഞേ അല്ലേ? അതെ. അപ്പം നമുക്കത് അതിന് ശേഷം നോക്കാം. ഓ അങ്ങനെ നോക്കിയ ഏതല്ലേ മോളെ പൊന്നെ മോളെ. എല്ലാവർക്കും ഒത്ത് ഇതെല്ലാം എടുത്തിട്ട് ഇറങ്ങിയിരുന്നത്. ഇപ്പം മഴ കുറച്ച് കുറവുണ്ട് ഗൈസ്. ഇപ്പം നമുക്ക് നടന്ന നല്ല രീതിയിൽ ഫോട്ടോയും കാര്യങ്ങളും കിട്ടും. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. എന്റെ അവസ്ഥ ഒന്നും അറിയില്ല. അതെ കുറച്ച് സൈഡായി പോയി. അതെ അതെ സാറേ ബാബാ വേമ്പ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ പറയിപ്പിക്കറ് കറക്റ്റ് ടൈമിന് നമ്മൾ എത്തുന്നതായിരിക്കും. തിരിച്ച് ഇന്നിപ്പോ 3:30 4:30 ആകുമ്പോഴത്തേക്ക് നമ്മളടുത്ത് തിരിച്ചെത്താൻ പറഞ്ഞ ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നതായിരിക്കും. ഇല്ല ഇന്ന് എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എത്തും. അതെ ആര് വന്നില്ലെങ്കിൽ ഞാൻ 4:30 എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ എത്തിയിട്ട് ഫോട്ടോ എടുക്കും. അതുകൊണ്ട് നോക്കിയും കണ്ട് നടന്നാ നല്ലത്. അല്ലെങ്കിൽ വീട്ടില് അല്ല ചാണകക്കുണ്ടില് പോകുന്ന പറഞ്ഞ നമ്മൾ വളരെ എക്സൈറ്റഡിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് താജ്മഹൽ കാണാൻ വേണ്ടിട്ട്. ബിക്കോസ് ഇവിടുന്ന് കുറച്ച് 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാന്ന് കാര്യങ്ങളൊന്നും അറിയില്ല. നല്ല വഴിക്കുണ്ട്. മഴ പെയ്തോണ്ട് നല്ല മഴ പെയ്തിന്. അറിയാം നമ്മൾ വിചാരിച്ച് ഇന്ന് കൊളായി. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ടൈം ഇപ്പോൾ എന്തോ ഭാഗത്ത് ചോർന്ന് നിന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇപ്പം നമ്മ പോയിട്ട് എന്താണ് കണ്ടിനെങ്കിൽ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളെ കാര്യം പോയി. നമുക്ക് പിന്നെ അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ നോക്കാം. 5 മണി വരെ ഉള്ളൂ. 5 മണി എന്തായാലും അവിടെ എത്തണം. ചത്തിരിക്കുന്നു ഗൈസ്. സൂസൈഡായി. ഇതാണ് എൻട്രി താജ്മഹലിന്റെ. എല്ലാവരും കയറുന്നുണ്ട്. നമ്മളിതാ എൻട്രിയിലേക്കൂടെ കയറാൻ പോവുകയാണ്. എന്താ ഒരാളെ കയറ്റി വിടുന്നല്ലോ. ഭയങ്കര സെക്യൂരിറ്റിയിലൂടെയാണ് കയറ്റി വിടുന്നത്. ഇപ്പുറത്തെ സൈഡ് നമുക്ക് നിൽക്കേണ്ടത്. ജെൻസ് ഇവിടെയാണ്. എന്താ വ്ളോഗ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു താജ്മഹലിൽ ആ ഒരു എൻട്രി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത്രക്കും ആഗ്രഹിച്ചു വന്നതാ. മാസിയില് തുള്ളി പോയെന്ന് അത്രക്കും എക്സൈറ്റഡ് ആണ് ഭയങ്കര എല്ലാവരും. പിന്നെ ആ മാസി നിങ്ങൾ അന്ന് വന്നപ്പോ കണ്ടില്ല അല്ലേ? അയ്യേ ഇവിടെ അന്ന് വന്നപ്പോ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവരും ഫസ്റ്റത്തെ എന്താണ് ഫസ്റ്റത്തെ കാണലാം താജ്മഹലിതാ. സൈഡിലൊക്കെ ഫുള്ളും പിന്നെ എന്താണ് താജ്മഹലിലെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതില് ഇതുപോലെ അതിന്റെ ആഗ്രഹമാണ്. പണ്ട് സ്കൂളിലെ നോട്ട്ബുക്കിൽ കണ്ടോട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ ആണ്. ഇനി അടുത്തത് എവിടെയോ മക്ക. എന്തായാലും പോകുന്നതായിരിക്കും. സപ്ലൈയിലെത്തിക്കും. ഒരു ഉംറക്ക് എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതേപോലെ തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മള് അതിൽ ഇതുപോലെ ആർക്കെങ്കിലും ഒരാൾക്ക്
ചെയ്തു കൊടുക്കണ്ടേ? അപ്പൊ ഓക്കെ ഗായ്സ്. അയ്യോ ഇതെല്ലാം പ്ലിങ്ങി മിസ്. എങ്ങനെയുണ്ട് സീനല്ല? സീനല്ലേ? അപ്പൊ നമ്മളിതാ താജ്മഹലിന്റെ ഫ്രണ്ടിലാണ്. താജ്മഹലിന്റെ കുട്ടി ഗായ്സ് ഇതാണ് സാധനം. ഏതാ രസം കാണാൻ. എത്ര ലേറ്റ് ആയിക്കോട്ടെ നമ്മളെത്തിയില്ലേ അല്ലേ? എത്ര ലേറ്റ് ആയിക്കോട്ടെ നമ്മളെത്തിയില്ലേ അനീസ്? മോല വേറെ അപ്പൊ നമ്മളിതാ ബ്യൂട്ടി ഓഫ് ഡൽഹി അല്ല എന്താണ് ഉത്തർപ്രദേശ്. ബ്യൂട്ടി ഓഫ് ഉത്തർപ്രദേശ് ആഗ്ര. സീനാന്നല്ലേ? എങ്ങനെയുണ്ട്? ഓ സീൻ ഗായ്സ്. അപ്പൊ നമ്മളെ താജ്മഹൽ കണ്ടു ഗായ്സ്. അപ്പൊ നമ്മൾ അതിന്റെ അടുത്തെത്തി ഗായ്സ്. വെള്ളി കയറാൻ 200 രൂപ കൊടുക്കണം പോലും. എന്നാ വെള്ളി കയറിയിട്ട് കബർസ്ഥാനം കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. മുംതാസിന്റെ കബർസ്ഥാനം കാണാൻ പറ്റുമെന്നറിയാം. ഫുൾ അറബി ആട്ടാ. ആ കവാടം മൊത്തം എഴുതിയിട്ടുള്ള അറബി. എന്താ ഇന്ന് ഭയങ്കര തിരക്ക് ഗൈസ്. നിയാച്ചുണ്ട്. എന്താണ് നിയാച്ച് പറയാനുള്ളത്? ഗായ്സ് മൊത്തം നനഞ്ഞു ഗായ്സ്. ഞാൻ നനഞ്ഞു. ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല നിൽക്കാൻ. കുഴപ്പമില്ല, നീ ചിരിച്ചോ? നന്നായി തന്നെ. അതിന് പ്രശ്നമില്ല. നീ അനക്കിട്ട ഓവറാക്കണ്ട. പറ്റില്ല അങ്ങനെ ഞാൻ മാത്രം നനയണ്ട, നീയും നനയാണോ? സൺഗ്ലാസ് ഇവിടെ നമ്മളെ ടീം കൊടുത്തു. മച്ചലി എങ്ങനെയുണ്ടായിരുന്നു മഴ? ഇതാണ് അവസ്ഥ. ഓണത്തിന് ഇതേപോലെ തന്നെ ആയിരുന്നു. സാത്വിക്കിന് ഇതുപോലെ ആണെങ്കിൽ എന്തായിരിക്കും? നമ്മളെ താജ്മഹൽ കഴിഞ്ഞു. നമ്മൾ തിരിച്ചിതാ നമ്മളെ ബസ്സിലേക്ക് പോകായി. നല്ല മഴയെല്ലാം പെയ്ത് നല്ല തണുപ്പെല്ലാം പിടിച്ച് നല്ല സീനായിട്ടുണ്ട് ഇപ്പോൾ. ഇല്ല നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മളത് ഈ വണ്ടിയിൽ ചോദിച്ചോക്കട്ടെ. ബൈ ബൈ. അതിലേ ഒന്നുകൂടിയോ? അതിലേ ഏതാണ് ഒന്നുകൂടിയൊക്കെ നമുക്ക് ഒരുമിച്ചേക്കവാ. സീനാണ് ഗൈസ്. ഇവിടെ അത്ര തണുപ്പുണ്ട്. ശരിയായ ക്ലൈമറ്റ് വന്നിട്ട് ഇപ്പോൾ എല്ലാവരും നടന്ന് ബസ്സിലേക്കുള്ള യാത്രയാണ്. താജ്മഹലിൽ വരുന്ന വഴിയാണിത്. സഞ്ചി കേരട്ടൻ സഞ്ചി ഇട്ടോണ്ടോ നടക്കുന്നത്? ഈ ചെരുപ്പിന് എത്രയാ? എനിക്ക് വാങ്ങാൻ വരുന്നത് ചെരുപ്പിന് എത്രയാ? നല്ല മഴയിൽ വരുമ്പോ അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ആദ്യം നന്നിട്ടില്ല. പക്ഷെ ഞാൻ നല്ലോണം നന്നിന്. ഇപ്പോ ബസ്സിലായി. ഇനിയിപ്പോ നേരെ ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ ഇവിടുന്ന് നേരെ 4-5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നേരെ നാളെ ഫുള്ള് നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം. ബിക്കോസ് മറ്റന്നാൾ നമ്മൾ മണാലിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് ആടി പർച്ചേസിങ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ നാളെ ഫുള്ള് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ മണാലിന്ന് എല്ലാം മണാലിന്ന് അവിടെ 3 ദിവസം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഡൽഹിയിലെ റെഡ് ഫോർട്ടോ അങ്ങനെല്ലാം കാണും. വൈകുന്നേരം നമുക്ക് ട്രെയിൻ. അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് വഴിയാ വരാം.
തെലുങ്കയിലെ എത്തിയപാട് നിഹാലിന്റെ പ്രസവം. സാഗര ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ടോൾ ഗേറ്റ് ആണ്. വാവ്, നന്നായി അലങ്കരിച്ചിട്ടുണ്ട് ഗൈസ്. കല്യാണം വരെ നല്ല അടിപൊളിയായി കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ നിസാമുദ്ദീനെത്തി. ഡൽഹി 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 വാല തീരെ ഡൽഹിയിലെത്തിയത്തെ ഇവിടുന്ന് ബാഗ് എടുത്തില്ലെങ്കിൽ ബാഗിൻ്റെ ഉടമസ്ഥന് ബാഗ് കിട്ടുന്നതല്ല. ബിക്കോസ് കള്ളൻ ഉണ്ടാവും. അതുകൊണ്ട് ബാഗ് എടുത്തോ. അതെ, ബാഗിന് വെയിറ്റ് ചെയ്യുന്നു. വൈശാഖ് സാർ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അതെ അല്ലേ, ലഗേജ് വന്നിട്ടില്ലല്ലേ? ഏത് ഫ്ലൈറ്റിന് ഇറങ്ങിയ? സോനിൻ്റെ അതിലല്ലേ? അതെ, കറങ്ങി വരും ലഗേജ്. അഭിരാജ് സാർ ഏത് ഫ്ലൈറ്റിലാണ് വന്നേ? ലഗേജ് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് സോനുനാഥ് ഫ്ലൈറ്റ് സർവീസ്. അതെ അതെ, ഇത് കിട്ടിയില്ല, ലഗേജ് കിട്ടിയില്ല സാർ. ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. ഓ അതെ അല്ലേ, ലഗേജിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. എങ്ങനെയുണ്ട് ഓൾഡ് ഡൽഹിയിൽ? അയ്യോ, നല്ലതായി കാണുന്നുണ്ട് ഇവിടെ. ഓൾഡ് ഡൽഹിന്റെ സാർ ഇത് എത്രാമത്തെ വട്ടം ഡൽഹിയിൽ? സാർ നല്ലോണം വായു ഓർക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? മാന്യമായി പെരുമാറുക സാർ. ഒന്നല്ലേ ഫാമിലീസ് കാണുന്ന വ്ളോഗല്ലേ സാർ? നമ്മളങ്ങനെ റൂമിലേക്ക് എല്ലാവരും പോക്കായി. ഇനി ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങുന്നതായിരിക്കും. ലാലേട്ടനെ പറ്റിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, കഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ. പേടിയാന്ന് ഫോണൊക്കെ ഇങ്ങനെ പിടിക്കാൻ സില്ലിയായിട്ട്. ഞാൻ പിടിച്ചിട്ടില്ലെങ്കിൽ ഫോണെല്ലാം ഷെയ്യെന്നൊട്ട് പോകും. അവിടെ ഒരു പേടി. കഴിച്ചിട്ട് നല്ലുണ്ടെന്ന് പറഞ്ഞ എല്ലാവരും അഭിപ്രായം. അപ്പോൾ നമ്മളിതാ ഫുഡെല്ലാം കഴിച്ച് നമ്മളിതാ നമ്മളെ റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. കഴിച്ചില്ല, നമ്മൾ ഓർഡർ ചെയ്തു. കഴിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും എന്താ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകെ ഒരു സ്ഥലത്താണ് ഇറങ്ങിയത്. ബാക്കി മൊത്തം നമ്മൾ ബസ്സിലെ യാത്രയായിരുന്നു. ആകെ താജ്മഹൽ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത്. താജ്മഹലിലെ ഷാജഹാൻ ഷാജഹാൻ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. This is Shafna Shahjahan, this is Saman, and this is Meghit, this is Abhinav, this is Akshay, and Ayo. ഇതാണ് മാസ്റ്റർ മുത്തേ. ചങ്ങായി നേരത്തെ ഒരു ബ്ലൗസ് ഇട്ട് ഇറങ്ങിയിനി. ഏതാ താജ്മഹൽ കൊണ്ടുപോയി അരിച്ചത്. അല്ല, അതിന്റെ ബാക്കില് ഫുള്ളോ ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ ഫുള്ള് നാം അയച്ചു. ഓരോ പോസ്റ്റ് നോക്കിയില്ല. അത് രണ്ടാമത് തൊട്ടില്ലല്ലോ. എന്റെ ടോമാണെങ്കിൽ അപ്പൊ നാളെ നമ്മളെന്നാലും ഡൽഹി പർച്ചേസ് ചെയ്യുന്ന 2-3 ദിവസത്തെ കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ്, ഇതൊക്കെയാണ് ഇറങ്ങുന്നത്. ഇതൊക്കെ പോട്ടാ. ഓക്കെ ഗൈസ്, see you. This is Shafna Shahjahan, this is Aman. Bye, signing off.